കഴിഞ്ഞ എപ്പിസോഡിൽ ഫാബ്രിക്കേറ്റഡ് കോൺസ് മലയാളം എപ്പിസോഡ് 27 നമ്മൾ പഠിച്ചത് താഴെ സമചതുരവും മുകളിൽ ചെറിയ ഒരു റൗണ്ടും വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യണമെന്നാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരെ തിരിച്ചുള്ള ഒരു ജോബാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം താഴെ റൗണ്ടും വലിയൊരു റൗണ്ടും, അതായത് 800 ഡയമീറ്ററുള്ള റൗണ്ടും, മുകളിൽ ഏകദേശം 500 mm പൊക്കത്തിലായിട്ട് 400 x 400 വരുന്ന സമചതുരവുമുള്ള ഒരു ജോബ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇത് ഫാബ്രിക്കേറ്റഡ് കോൺസ് മലയാളം എപ്പിസോഡ് 28 ആണ്. എന്റെ 335ാമത്തെ വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വിശദവിവരങ്ങൾ പറയാതെ, കൂടുതൽ ആമുഖം പറയാതെ നേരിട്ട് മർമ്മത്തിലേക്ക് കടക്കുകയാണ്. താഴെ റൗണ്ടും മുകളിൽ സമചതുരവുമായ ഒരു ജോബ് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഈ റൗണ്ട് താഴെയുള്ള റൗണ്ടിൽ നിന്ന് ഏകദേശമല്ല 500 mm പൊക്കത്തിലാണ് വരുന്നത്. ഇത് ഇന്ന് പഠിക്കാൻ പോകുന്നത് തിക്നെസ്, അതിന്റെ കട്ടി, കനം കൺസിഡർ ചെയ്യാതെ, പരിഗണിക്കാതെ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്രകാരം പഠിച്ചതിന് ശേഷം തിക്നെസ്, കനം വെച്ചുകൊണ്ട് എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യണമെന്നുകൂടി നമ്മൾ പഠിക്കും. എല്ലാത്തിന്റെയും മർമ്മപ്രധാനമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആക്യുറസിയോടുകൂടി, കൃത്യതയോടുകൂടി ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ കൃത്യത എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഈ പഠന പദ്ധതിയിൽ ഉള്ളത് കൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് ഇന്ന് തിക്നെസ്, കനം കൺസിഡർ ചെയ്യാതെയാണ് പഠിക്കുന്നത്. അത് പഠിച്ച് പരിപൂർണമായ അറിവ് കിട്ടിക്കഴിയുമ്പോൾ തിക്നെസ്, കട്ടി, കനം പരിഗണിച്ചുകൊണ്ട് നമ്മൾ പഠിക്കും. അത് ഇത്രയും കൂടി കൺജസ്റ്റഡ് ആയതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കനം പരിഗണിക്കാതെ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് താഴെ റൗണ്ടും മുകളിൽ സമചതുരവുമായ ഒരു ജോബ് ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ പേജിൽ വരച്ചത് തന്നെ ഞാൻ ഇങ്ങോട്ട് വരച്ചിരിക്കുന്നു. വ്യത്യാസമൊന്നുമില്ല. സ്വല്പം കൂടി നിങ്ങളുടെ അറിവ് കിട്ടാൻ വേണ്ടി 800 ഡയമീറ്ററുള്ള താഴെയുള്ള റൗണ്ടിന്റെ കൂടെ മുകളിലുള്ള 400 x 400 സമചതുരവും വരച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ കോർണറിൽ നിന്ന്, ഈ മൂലയിൽ നിന്ന് ഇപ്രകാരം ലൈനുകൾ പോയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് വിശദീകരിക്കേണ്ടി വരില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഇതിന് സമാനമായി താഴെ വലിയ സമചതുരവും മുകളിൽ ചെറിയ വൃത്തവുമുള്ള ഒരു ജോബ് ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ലൈനുകൾ വരച്ചിരുന്നു. എന്തിനു വേണ്ടിയുള്ളതാണ്? അവയെല്ലാം ബെൻഡിങ് ലൈനുകളാണ്, മടക്കാനുള്ള ലൈനുകളാണ്. എന്നാൽ ബെൻഡ് ചെയ്തതിനു ശേഷം ഇപ്രകാരമുള്ള ബെൻഡിങ് മാർക്കുകൾ, മടക്കിയ പാടുകൾ കാണാൻ ഇടവരരുത്. കാണാൻ ഇടവരാത്ത രീതിയിൽ ബെൻഡ് ചെയ്യുന്ന വ്യക്തിയെയാണ് ഫാബ്രിക്കേറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ ബെൻഡ് ചെയ്യുമ്പോൾ അതിൽ ആക്യുറസി ഉണ്ടാകില്ല, ഫിനിഷിംഗ് ഉണ്ടാകില്ല. അതിനെ ഫാബ്രിക്കേറ്റഡ് ജോബ്സ് എന്ന് പറയുന്നതിനേക്കാളുപരി നശിപ്പിച്ചു വെച്ച ഒരു ജോബ് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. എപ്പോഴാണ് ബെൻഡിങ്ങിന്റെ പാടുകൾ വരുന്നത്? എങ്ങനെയാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്? ബെൻഡ് ചെയ്യാൻ ഒരു വി ബ്ലോക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് വി ബ്ലോക്ക്. മുകളിൽ ഒരു പഞ്ച് ഇതുപോലുള്ള ഉപയോഗിക്കാറുണ്ട്. ഇത് ഹൈഡ്രോളിക് ജാക്കിലൂടെയോ ത്രെഡുള്ള സ്ക്രൂവിലൂടെയോ മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെയോ താഴോട്ട് വരുമ്പോഴാണല്ലോ ഈ വി ബ്ലോക്കിലെ മുകളിലെ ഈ നിരപ്പിലിരിക്കുന്ന ഷീറ്റ് അല്ലെങ്കിൽ പ്ലേറ്റ് ബെൻഡ് ആവുന്നത്. ഈ മൂല ഇവിടം വരെ എത്തി
ഈ മൂല ഈ ലൈനിൽ എത്തിക്കഴിയുമ്പോൾ ഷീറ്റിൽ മുട്ടുന്നു. വരമൻ തിക്നെസ് ആണെങ്കിൽ ഈ ലൈനിൽ നിന്ന് ഒരു mm തിക്നെസ് ഉള്ള ജോബാണ്, ഷീറ്റാണ് ഈ ഹൊറിസോണ്ടൽ തിരശ്ചീനമായിരിക്കുന്ന സർഫസിന്, പ്രതലത്തിന് മുകളിൽ വച്ചിരിക്കുന്നതെങ്കിൽ ഈ പ്രതലത്തിന് 1 mm മുകളിലെത്തുമ്പോഴേക്കും ഈ മൂല ഷീറ്റിൽ മുട്ടും. 10 mm പ്ലേറ്റാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രതലത്തിന് 10 mm മുകളിൽ വെച്ച് ഈ മൂല മുട്ടും. മുട്ടി ലേശം താഴുമ്പോൾ ബെൻഡ് ആവാൻ തുടങ്ങുന്നു. പക്ഷെ 1 mm ഷീറ്റ് ആവട്ടെ, 10 mm പ്ലേറ്റ് ആവട്ടെ, 100 mm പ്ലേറ്റ് ആവട്ടെ, അത് ഷാർപ്പ് എൻഡ് ബെൻഡ് ആകുന്നത്, ഇത് 90 ഡിഗ്രി കോണാണെന്ന് കരുതുക. വ്യത്യസ്തമായ ബി ബ്ലോക്കുകളുണ്ട്. അതുപോലെ ഇത് 90 ഡിഗ്രി പഞ്ചാണെന്ന് കരുതുക. പഞ്ചും വ്യത്യസ്തമായ ഡിഗ്രിയിലുണ്ട്. കേർവ്ഡ് ആയിട്ടുള്ളവയുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. കേർവ്ഡ് അല്ലാത്ത ഷാർപ്പൻഡ് ആണെങ്കിൽ പോലും ഈ ഷീറ്റിൽ സ്പർശിച്ചതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ ഈ പ്ലെയിൻ സർഫസിൽ നിന്ന് താഴോട്ട് വരുന്നുള്ളൂ എങ്കിൽ അതൊരു ഷാർപ്പ് ബെൻഡ് ആയിരിക്കുകയില്ല. മൂല വരുന്ന ഒരു ബെൻഡ് ആയിരിക്കുകയില്ല. ഒരു വർത്തുളാകൃതിയായിരിക്കും അതിനുണ്ടാകുന്നത്. എപ്പോഴാണ് ഷാർപ്പ് എൻഡ് ബെൻഡ് ആവുന്നത്? ഈ മൂല പരമാവധി ഈ മൂലയിൽ മുട്ടുന്ന തരത്തിൽ ബെൻഡ് ആവുമ്പോൾ. അപ്പോൾ ഈ ബെൻഡിങ്ങിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇതിൻ്റെ ബെൻഡിങ് ഏറ്റവും താഴെ വരെ മുട്ടാൻ ഇടവരരുത്. വി ബ്ലോക്ക് ഉണ്ട്. വി ബ്ലോക്കിന്റെ ഏറ്റവും താഴത്തെ കോർണർ മൂലയുണ്ട്. അതിന് മുകളിൽ ഷീറ്റ് എങ്കിൽ ഷീറ്റ്, അല്ലെങ്കിൽ തിക്നെസ് കൂടിയ പ്ലേറ്റ് എങ്കിൽ പ്ലേറ്റ്, അതുണ്ട്. അതിന്റെ മുകളിൽ ഈ മൂല. ഇത് മൂന്നും ജാമായി വരുമ്പോൾ ഇതുപോലെ ബെൻഡിങ് മാർക്കുകൾ കാണും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഇപ്രകാരമുള്ള ബെൻഡിങ് ലൈനുകൾ വരച്ചിട്ട് ചെയ്യണമെന്ന് കാണിച്ചത്. ഞാൻ കുറച്ച് ലൈനുകൾ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന് ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് ലൈനുകളുടെ എണ്ണം കൂട്ടാം. ഡയമീറ്റർ കുറയുന്നതനുസരിച്ച് ലൈനുകളുടെ എണ്ണം കുറയ്ക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, ഈ മൂലയിൽ നിന്ന് ബെൻഡിങ് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്തടുത്ത് ബെൻഡിങ് തുടങ്ങി അവസാനം ഇവിടെ വരെ വന്ന് അവസാനിക്കുന്നുണ്ട്. ഓർക്കുക, ഇതൊരു വൃത്തവും താഴെ വൃത്തവും 500 mm മുകളിൽ 400x400 സമചതുരവുമാണ്. ആ 400x400 നിൽക്കുന്നത് വൃത്തത്തിന്റെ കൃത്യം മധ്യഭാഗത്തായതിനാൽ ഈ മൂലയിൽ നിന്ന് വൃത്തത്തിന്റെ ടാൻജന്റ് പോയിന്റ് എന്ന് പറയുന്ന ഇവിടം മുതൽ ഇതിന് സമീപത്തുള്ള ടാൻജന്റ് പോയിന്റായ ഇവിടം മുതൽ ഇതിന് തന്നെ സമീപത്തുള്ള മറ്റൊരു ടാൻജന്റ് പോയിന്റായ ഇവിടെ വരെ ഈ കോർണറിൽ നിന്നായിരിക്കും ബെൻഡിങ് ലൈനുകൾ പോവുക. അതിന് സമാനമാണ് ഈ കോർണറിൽ നിന്നും പോകുന്നത്. ഇങ്ങോട്ടുള്ള ലൈനുണ്ട്, തൊട്ടിപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് ലൈനുണ്ട്, അപ്പുറത്തുണ്ട്, അങ്ങനെ ഈ അറ്റം വരെയുണ്ട്. ഞാൻ വളരെ കുറച്ച് 1, 2, 3, 4 ഒക്കെ വരച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വരയ്ക്കേണ്ടി വരും ആക്യുറസിക്ക് വേണ്ടി. ഒരു പരിധിയിൽ കവിഞ്ഞ കൂടുതൽ വരച്ചു കഴിഞ്ഞാൽ അതും ആക്യുറസി ഇല്ലാത്തതിന് ഇടയാക്കും. അപ്പോൾ ഓർക്കുക, ഈ കോർണറിൽ നിന്ന് ബെൻഡിങ് ലൈനുകൾ പുറപ്പെടുന്നുണ്ട്, ഈ കോർണറിൽ നിന്ന് ബെൻഡിങ് ലൈനുകൾ പുറപ്പെടുന്നുണ്ട്, ഈ കോർണറിൽ നിന്നും അങ്ങനെ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ വൃത്തത്തിന്റെ താഴെ ഭാഗം ബെൻഡ് ചെയ്തതിനു ശേഷം പരിപൂർണമായും വർത്തുളാകൃതിയായിരിക്കും. ബെൻഡിങ് ലൈൻ ഒന്നും കാണാൻ ഇടവരാത്ത രീതിയിൽ വർത്തുളാകൃതിയായിരിക്കും. മൊത്തം വൃത്തം അങ്ങനെയായിരിക്കണം. പിന്നെ എവിടെയായിരിക്കും ബെൻഡിങ്ങിന്റെ ഒരു ചെറിയ മാർക്കുണ്ടാവുക? ഈ കോർണറിൽ മാത്രം. അവിടെ ഷാർപ്പൻഡായി ഈ ലൈനിൽ നിന്ന് 90 ഡിഗ്രി തിരിഞ്ഞിങ്ങോട്ട് പോവണം.
അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, പരിപൂർണ ബെൻഡിങ് കഴിയുമ്പോൾ ഇവിടെ ഷാർപ്പ് എൻഡ് കോർണർ ഫോം ചെയ്യും. ഒരു ലൈൻ ഇങ്ങോട്ട്, ഒരു ലൈൻ ഇങ്ങോട്ട് കാണിക്കും. അവിടെ മാത്രമേ കോർണറായിട്ട് തോന്നാൻ പാടുള്ളൂ. ഈ ഭാഗം വർത്തുളാകൃതിയിൽ അനുഭവപ്പെടണം. ഇതൊരു ലൈൻ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള നേരെയുള്ള ലൈൻ, അതിന് 90 ഡിഗ്രിയിലുള്ള മറ്റൊരു ലൈൻ, 90 ഡിഗ്രിയിലുള്ള മറ്റൊരു ലൈൻ. അപ്പൊ എന്താണ് ബെൻഡിങ് അശേഷമില്ലാത്ത ഭാഗം? ഏതായിരിക്കും? ഈ ഭാഗം, ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഭാഗത്ത് ബെൻഡിങ് അശേഷം ഉണ്ടാവുകയില്ല, അല്ലേ? പ്ലെയിൻ ആയി കിടക്കും. അതുപോലെ എത്ര ഭാഗങ്ങൾ ഉണ്ടാകും? ഇവിടെ ഒരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം, ഇത് മറ്റൊരു ഭാഗം, ഇത് നാലാമത്തെ ഭാഗം. ഈ 4 ഭാഗങ്ങളിലും 1, 2, 3, 4 ഈ 4 ഭാഗങ്ങളും പ്ലെയിൻ സർഫസ് ആയിരിക്കും. അങ്ങനെയുള്ള 4 ഭാഗങ്ങൾ. ബാക്കിയുള്ള 4 ഭാഗങ്ങളോ വർത്തുളാകൃതിയാണ്. താഴെ മുകളിൽ ഒരു കോണ് പോലെ ഒരു മൂലയിൽ വന്ന് അവസാനിക്കുന്നു. അതായിരിക്കും ഇതിന്റെ. ഈ ഭാഗവും അപ്രകാരം തന്നെ. ഇത് അപ്രകാരമുള്ള 3-ാം ഭാഗം, ഇത് അപ്രകാരമുള്ള 4-ാം ഭാഗം. അപ്പോ ഈ 1, 2, 3, 4 വെറും പ്ലെയിൻ മാത്രമായിട്ടുള്ള 4 പ്ലേറ്റുകളും വർത്തുളാകൃതിയിലുള്ള കോണിന് സമാനമായ ഇപ്രകാരമുള്ള 4 ജോബുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോബായി. അങ്ങനെ വരുമ്പോൾ എത്ര പീസിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരും? ആ രീതിയിലാണെങ്കിൽ 1, 2, 3, 4 കൂടാതെ വർത്തുളാകൃതിയിലുള്ള മറ്റൊരു 4. അപ്പൊ 4, 4, 8 പീസ്. അങ്ങനെ ചെയ്യണമെന്നില്ല. തിക്നെസ് കുറയും തോറും ഉണ്ടാക്കാനുള്ള എളുപ്പം സാധിക്കുകയാണെങ്കിൽ ഈ 8 ഭാഗം എന്നുള്ളത് 4 കുറയ്ക്കാം. എങ്ങനെയാണ് 4 കുറയ്ക്കുന്നത്? ഇവിടം മുതൽ ഇവിടം വരെ തുടങ്ങി ഇവിടം മുതൽ ഇവിടം വരെ അവസാനിക്കുന്ന ഒരു ഭാഗം, മറ്റൊരു ഭാഗം, മറ്റൊരു ഭാഗം, മറ്റൊരു ഭാഗം, അങ്ങനെ 4 ഉപയോഗിക്കാം. ഇനി 4 ഉപയോഗിക്കേണ്ട 2 ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് കരുതുക. ഈ വർത്തുളാകൃതി തുടങ്ങി ഇവിടം വരെ എത്തുന്നവരെ ഒരു ഭാഗം ഉപയോഗിക്കാം. അതുപോലത്തെ ഒരു ഭാഗം കൂടി എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തും കിട്ടി, 2 ഉണ്ടാക്കാം. ഇനി തിക്നെസ് വളരെയധികം കുറഞ്ഞ, കനം വളരെയധികം കുറഞ്ഞ ഒരു ഷീറ്റ് ആണെന്ന് കരുതുക, 1 mm കുറഞ്ഞത്. വളരെ എളുപ്പം ഒരൊറ്റ ഷീറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒറ്റ ഷീറ്റിൽ ഉണ്ടാക്കാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷീറ്റിന്റെ തിക്നെസ് കൂടുന്നതനുസരിച്ച് അത് ഒന്നെന്നുള്ളത് കൃത്യം പകുതി മുറിച്ച് അനായാസം ബെൻഡ് ചെയ്യുന്ന രീതിയിൽ 2 ആക്കാം, വേണമെങ്കിൽ 4 ആക്കാം, 8 ആക്കാം. ഇനി ഞാൻ പറഞ്ഞു, ഈ 8 ആക്കുന്ന രീതിയിൽ പോലും ആദ്യത്തേത് ഞാൻ പറഞ്ഞത് ഇപ്രകാരം ഒരു പീസ് എടുക്കുക, ഇതുപോലത്തെ 4 എടുക്കുക, അതുപോലെ വർത്തുളാകൃതിയിൽ ഇതുപോലെയുള്ള 4 എടുക്കുക, 4 യോജിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊരു തരത്തിലും ഇതാവാം. ഈ ത്രികോണാകൃതി കൃത്യം മധ്യഭാഗത്ത് നിന്ന് തുടങ്ങി ഇതിന്റെ മധ്യഭാഗത്ത് അവസാനിപ്പിക്കുന്ന രീതിയിലും ആകാം. അങ്ങനെയും 8 പീസുകൾ കൊണ്ട്, അല്ലെങ്കിൽ 4 കഷ്ണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 2 കഷ്ണങ്ങൾ കൊണ്ട് അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇവിടെ തുടങ്ങിക്കൊണ്ട് ഒറ്റ വൃത്തത്തിൽ ഇവിടെ തന്നെ വന്ന് അവസാനിക്കുന്ന രീതിയാണ്. അപ്പൊ ബെൻഡിങ്ങിനുള്ള സംവിധാനം നിങ്ങൾക്കറിയാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരിക്കൽ കൂടി താഴെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അതിന്റെ പ്ലാൻ ആണെങ്കിൽ പ്ലാനിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഡ്രോയിങ്ങിനെ കുറിച്ച്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ പ്ലാനിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, ദൃശ്യമാണ്, ടോപ്പ് വ്യൂ ആണ് പ്ലാൻ. ഇത് പ്ലാൻ ആണെങ്കിൽ അതിന് നേരെ ഇവിടെ നിന്ന്
ഈ ജോബ് നോക്കുമ്പോൾ എന്ത് കാണുന്നു അതിനെയാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലിവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന സമചതുരം മുകളിലാണെന്നറിയാം. ആ സമചതുരമാണ് ഇവിടെയുള്ള 400. ഇതിൽ കാണിച്ചിരിക്കുന്ന വൃത്തം താഴെയാണെന്നറിയാം, 800 ഡയമീറ്റർ ഉള്ളത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയമീറ്ററുള്ള 800. കഴിഞ്ഞ പേജിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉണ്ടാക്കാൻ പോകുന്ന ജോബിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്, ലംബമായിട്ടുള്ള ഉയരം 500 ആണെന്ന്. അതിവിടെ എഴുതിയിട്ടുണ്ട്, ലംബമായിട്ടുള്ള ഉയരം 500 ആണെന്ന്. അപ്പൊ ഇത് പ്ലാൻ ആണെങ്കിൽ ഇത് ഫ്രണ്ട് വ്യൂ ആണ്. വിശേഷിച്ചൊന്നുമില്ല. ഈ വരച്ചിരിക്കുന്നത് തന്നെയാണ് ഇങ്ങോട്ട് വരച്ചിരിക്കുന്നത്. ബെൻഡിങ് ലൈനുകൾ ഇവിടെ പ്ലാനിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഇതുപോലെ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ ആ ബെൻഡിങ് ലൈനുകൾ ഇവിടെയും വരുന്നുണ്ട്. ഈ മൂലയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടം വരെ ചെന്ന് അവസാനിക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടെ അവസാനിച്ച് ഈ അറ്റം വരെ വന്ന് അവസാനിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ അത് ഫ്രണ്ട് വ്യൂയിൽ നിന്ന് നോക്കുമ്പോൾ ഈ മൂലയിൽ നിന്ന് തുടങ്ങി ഒരെണ്ണം ഇവിടം വരെ അവസാനിക്കുന്നു, പിന്നെ അടുത്തത് തൊട്ടടുത്ത്, അങ്ങനെ അടുത്തത്, അതിനടുത്തത് അവസാനിച്ച് ഏറ്റവും അവസാനത്തത് ഇവിടെ വന്ന് അവസാനിക്കും. അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? മധ്യഭാഗത്ത് വന്ന് അവസാനിക്കുന്നു. അത് ഞാൻ നിങ്ങളിൽ ചിലർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള, കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ചിലർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ്. മറ്റ് അറിവ് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡോ അതിന് മുമ്പത്തെ എപ്പിസോഡോ കണ്ടാൽ മാത്രമേ പറ്റൂ. അപ്പോൾ മുമ്പ് ഈ വരച്ചിരിക്കുന്ന ജോബ് തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിലുള്ള സമചതുരം 400 ഇവിടെ ഞാൻ അതേപടി എഴുതിയിട്ടുണ്ട്, 800 ഡയമീറ്റർ ഇവിടെ എഴുതിയിട്ടുണ്ട്, വെർട്ടിക്കൽ ഹൈറ്റ്, ലംബമായിട്ടുള്ള ഹൈറ്റ് 500 എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ്, കുറച്ച് ബെൻഡിങ് ലൈനുകൾ ഇട്ടിരിക്കുന്നു. ഞാൻ കുറച്ച് എണ്ണിയാൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ 1, 2, 3, കുറച്ച് 7, 8 ഒക്കെ ഉള്ളൂ. ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ച് ബെൻഡിങ്ങുകളുടെ എണ്ണം കൂട്ടാം, ഡയമീറ്റർ കുറയുന്നതിനനുസരിച്ച് ബെൻഡിങ്ങുകളുടെ എണ്ണം കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ജോബ് ഉണ്ടാക്കി തുടങ്ങാം. ആ വരച്ചിരിക്കുന്ന ജോബ് തന്നെ ഒരിക്കൽ കൂടി ഞാൻ വരയ്ക്കുകയാണ്. ഡയമീറ്റർ 800 ആണെന്ന് ഓർക്കുക. മുകളിൽ വരുന്ന സമചതുരം 400 ആണെന്നും ഓർക്കുക. 400 എഴുതിയിട്ടുണ്ട്, 800 ഡയമീറ്റർ എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെ നമുക്ക് ബെൻഡ് ചെയ്യുക? പഠിപ്പിക്കുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 12 വൃത്തത്തെ വിഭജിച്ചതുപോലെ ഈ പ്രാവശ്യവും 12 വിഭജിക്കുന്നത്. പക്ഷേ ഡയമീറ്റർ ഇത്തിരി കൂടുതലാണ്. 12 വിഭജിച്ചാൽ ഇവിടം മുതൽ ഇവിടം വരെ എത്ര വരും? ഇപ്പൊ എത്രയായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്? ഈ വൃത്തത്തെ ഞാൻ 12 വിഭജിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? ഇവിടം മുതൽ ഇവിടം വരെയുള്ള 1-ാം ഭാഗം, ഇവിടം മുതൽ ഇവിടം വരെ 2-ാം ഭാഗം, 3-ാം ഭാഗം, 4-ാം ഭാഗം, 5-ാം ഭാഗം, 6-ാം ഭാഗം. ഇങ്ങനെ 6 ഭാഗം വൃത്തത്തിന്റെ പകുതിയിലുണ്ടെങ്കിൽ മറ്റൊരു 6 ഭാഗം വൃത്തത്തിന്റെ മറ്റേ പകുതിയിലുമുണ്ട്. അപ്പൊ മൊത്തം 12 ഞാൻ ഭാഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 12 ഭാഗിക്കുന്നത്. പക്ഷെ ഈ എപ്പിസോഡ് നമ്മൾക്ക് തീരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, 12 വിഭജിച്ചാൽ ഇവ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. ഏകദേശം 200-നടുക്കെ അല്ലെങ്കിൽ 200 കൂടുതലൊക്കെ വരും. അപ്പൊ അത്രയും വിട്ടുകളഞ്ഞിട്ട് ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ വേണമെങ്കിൽ അതിന്റെ പകുതിയും കൂടി എടുത്ത് നമുക്ക് ചെയ്യാം. അതും ശരിയല്ലെന്ന് തോന്നുന്നു, നമുക്ക് വീണ്ടും ഒരു പകുതിയാക്കാം. പക്ഷെ എല്ലാത്തിന്റെയും ബേസ്, അടിസ്ഥാനം ഇപ്പോൾ പഠിപ്പിക്കുന്നതായത് കാരണം 12 വിഭജിച്ച് ചെയ്യുന്നതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആ 12 വീണ്ടും അതിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് കൂടി കൊടുത്ത് വിഭജിച്ച് 24 ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കും. ഈ 12 അതേ രീതിയിൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ ഹോംവർക്കായിട്ട് ഞാൻ തരുന്നുണ്ട്. അതായത് ഇതിന്റെ മധ്യഭാഗത്തിൽ പോയിന്റ് ഇട്ടിട്ട് ആ പോയിന്റ് വരെയുള്ള ഒരു ബെൻഡിങ് ലൈനുകളൂടി അന്വർത്ഥമാക്കുന്നതിന്. അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞ ബെൻഡിങ് ലൈനുകൾ തന്നെയാണ് ഇവിടെ. വ്യത്യസ്തമായിട്ടൊന്നുമില്ല. കൺഫ്യൂഷൻ വരേണ്ട, ആശയക്കുഴപ്പം വരേണ്ട ഒന്നുമില്ല. പറഞ്ഞിരുന്നു, ഈ മൂലയിൽ നിന്ന് വൃത്തത്തിന്റെ ഭാഗത്തേക്ക് ബെൻഡിങ് ലൈനുകൾ പോകുന്നുണ്ട്. ഇവിടം മുതൽ തുടങ്ങി ഇവിടം വരെ അവസാനിക്കുന്ന കുറെ ബെൻഡിങ് ലൈനുകൾ. ഇപ്പൊ ഇതിനിടയ്ക്ക് 4 ബെൻഡിങ് ലൈനുകളെ കാണിച്ചിട്ടുള്ളൂ. 1, 2, 3, 4. ഇത് മുമ്പ് പറഞ്ഞതുപോലെ പ്ലെയിൻ സർഫസ് ആണ്. ബെൻഡിങ് ഇല്ലാത്ത, വർത്തുളാകൃതിയില്ലാത്ത
ഒരു പ്രതലം മാത്രമാണ്. അപ്പോൾ ഈ മൂലയിൽ നിന്ന് ബെൻഡിങ് ലൈനുകൾ വൃത്തത്തിന്റെ കാൽഭാഗം ഭാഗത്തോട്ട് പോകുന്നത് പോലെ ഈ മൂലയിൽ നിന്നും വൃത്തത്തിന്റെ കാൽഭാഗം ഭാഗത്തേക്ക് ബെൻഡിങ് ലൈനുകൾ പോകുന്നുണ്ട്. ഇവിടെയും അപ്രകാരം തന്നെ കാൽഭാഗം ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഞാനിവിടെ വരച്ചിട്ടില്ല, കാരണം നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചാൽ അപ്പോൾ തന്നെ അത് ഈ വൃത്തത്തിനും ബാധിക്കുന്ന രീതിയിൽ വരച്ച് വരച്ച് പോവുകയാണെങ്കിൽ പകുതി വരയ്ക്കുമ്പോൾ മറ്റു പകുതി കൂടി കിട്ടും. അപ്പം അതുകൊണ്ട് ഓർക്കുക, ഇത് 12 ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള നമ്പറുകൾക്ക് സമാനമായ നമ്പറുകൾ അവിടെയുമുണ്ട്. ഇവിടെ 0 എന്ന് പറഞ്ഞിരിക്കുന്നു, ഇവിടെ 1 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ 2 എന്ന നമ്പർ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു 2 എന്ന നമ്പർ ഇവിടെ ഉണ്ടെന്ന് ഓർക്കണം. ഇവിടെ 3 എന്ന നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ 3 എന്നുള്ളൊരു നമ്പർ ഉണ്ടെന്ന് ഓർക്കണം. അപ്രകാരം തന്നെ 4-നും 5-നും 7-നും 8-നും 9-നൊക്കെ സമാനമായി ഇപ്പുറത്തും നമ്പറുകളുണ്ട്. 10 2-നും ഒരുമിച്ച് ബാധിക്കുന്ന മധ്യത്തിലുള്ള നമ്പറാണ്. 0 2-നും ഒരുമിച്ച് ബാധിക്കുന്ന മധ്യത്തിലുള്ള നമ്പറാണ്. ഇവിടെ 6 ഉണ്ടെങ്കിൽ ഇവിടെയും 6 ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിന്റെ ഡെവലപ്മെന്റ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച അതേ രീതിയിൽ തന്നെ ഡെവലപ്മെന്റുകൾ ചെയ്യാൻ തുടങ്ങുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം എന്ന് പറയുകയാണ്. എവിടെ വേണമെങ്കിലും തുടങ്ങാം. ഞാൻ ഇന്ന് ഇവിടെ തുടങ്ങി ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇങ്ങോട്ടേക്ക് ഡെവലപ്മെന്റുകൾ വരയ്ക്കുന്ന അപ്പോൾ തന്നെ അതേ മെഷർമെന്റുകൾ തന്നെയായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ടുമെന്ന് അറിയുന്നതിനാൽ ഇങ്ങോട്ട് വരയ്ക്കുന്ന അതേ നിമിഷം തന്നെ ഓപ്പോസിറ്റ് ഹാൻഡ് എതിർ ദിശയിലേക്കും വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് വരയ്ക്കാം. ഈ വരച്ചിരിക്കുന്നത് പ്ലാനാണെന്നറിയാം. ആ പ്ലാനിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ, ഫ്രണ്ട് വ്യൂ ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. വിശേഷിച്ച് ഒന്നുമില്ല. ഇത് പ്ലാൻ ആണെങ്കിൽ, ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇത് ഫ്രണ്ട് വ്യൂ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ സമചതുരം മുകളിലാണെന്നറിയാം. അതിന്റെ സമചതുരത്തിന്റെ മുകളിൽ മധ്യഭാഗത്ത് 0 ഉണ്ടെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ അത് കാണപ്പെടുന്നത് ഈ മൂലയിലായിരിക്കും എന്ന് ഏവർക്കും അറിയാം. ഞാനിവിടെ 0 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ 0-ന് ശേഷം 1 എന്നുള്ള നമ്പറുണ്ട്. 1 എന്നുള്ള നമ്പർ റൗണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ അത് താഴെയായിരിക്കുമെന്ന് ഏവർക്കും അറിയാം. കാരണം റൗണ്ട് താഴെയാണ്, വലിപ്പം കൂടിയതാണ്. ബേസ് താഴെ വരുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു. 1. അതുപോലെ ഓരോ നമ്പറും അപ്രകാരം തന്നെ. 2 എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത് സമചതുരത്തിലാണ് വരുന്നത്. സമചതുരം മുകളിലാണ്, ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്നു. 3 എന്ന് പറയുന്നത് വൃത്തത്തിലാണ്, വൃത്തം താഴെയാണ് വരുന്നത്. അതിന്റെ നേരടിയിലേക്ക് ഞാൻ വരച്ചിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാം വരച്ചിരിക്കുന്നു, നിങ്ങൾക്ക് കാണാം. 4-ന്റെ അടിയിൽ 4 വരച്ചിരിക്കുന്നു. 5 എന്നുള്ള നമ്പറിന് താഴെ 5 വരച്ചിരിക്കുന്നു. അതുപോലെ 7-ന് താഴെ 7 വരച്ചിരിക്കുന്നു. 8-ന് താഴെ 8 വരച്ചിരിക്കുന്നു. 9-ന് താഴെ 9 വരച്ചിരിക്കുന്നു. 10 എവിടെയാണ് വരുന്നത്? സമചതുരത്തിലാണ് വരുന്നത്. സമചതുരം മുകളിലാണ്, അതുകൊണ്ട് 10 എന്നുള്ള നമ്പർ മുകളിൽ വരച്ചിരിക്കുന്നു. അതോടൊപ്പം 6 എന്ന നമ്പറും സമചതുരത്തിലാണ് വരുന്നത്. സമചതുരം മുകളിൽ വരച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് എലിവേഷൻ അഥവാ ഫ്രണ്ട് വ്യൂ ആണ്. ഇത് പ്ലാൻ ആണ് അഥവാ ടോപ്പ് വ്യൂ ആണ്. അത് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പല എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ഡെവലപ്മെന്റുകളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത് നമ്മൾ കണ്ടെത്താൻ പോകുന്ന മെഷർമെന്റ് 0 മുതൽ 1 വരെയുള്ള നീളമാണ്. എത്രയായിരിക്കും 0 മുതൽ 1 വരെയുള്ള നീളം? ഇവിടെ കാണുന്ന നീളമാണോ 0 സത്യമായ നീളം അഥവാ ട്രൂ ലെങ്ത്? അല്ലേ അല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഈ 0 എന്ന് പറയുന്നത് മുകളിലുള്ള ഒരു പോയിന്റ്, 1 എന്ന് പറയുന്നത് അതേ മുകളിൽ അതേ പ്രതലത്തിൽ തന്നെയായിരുന്നുവെങ്കിൽ ഈ നീളം ട്രൂ ലെങ്ത് ആകുമായിരുന്നു, സത്യമാകുമായിരുന്നു. പക്ഷെ അല്ല, ഈ 1 താഴെയാണ് കിടക്കുന്നത്. അപ്പൊ മുകളിൽ കാണുന്ന ഈ നീളമല്ല സത്യമായ നീളം.
പിന്നെ ഏത് നീളമായിരിക്കും സത്യമായ നീളം? ഈ 0 മുതൽ 1 വരെ എന്ന് കാണിക്കുന്ന നീളം മുകളിൽ നിന്ന് നോക്കിയാൽ സത്യമായ നീളമല്ല, ട്രൂ ലെങ്ത് അല്ല, പകരം നേരെ അതിന്റെ ഈ ലൈനിന് 90 ഡിഗ്രി ഈ ഭാഗത്ത് നിയർ സൈഡ് നാം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നോക്കിക്കഴിയുമ്പോൾ കാണുന്ന വ്യൂ, അതായത് ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന വ്യൂ കൃത്യമാണ്. 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് ട്രൂ ലെങ്ത് ആണ്. പക്ഷെ എത്രയാണ് ആ മെഷർമെന്റ്? നമുക്ക് ആ മെഷർമെന്റ് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടെത്താം? ഇത് 800 എന്ന് തന്നിട്ടുണ്ട്, ഇവിടം മുതൽ ഇവിടം വരെ 500 എന്ന് തന്നിട്ടുണ്ട്, ഇവിടം മുതൽ ഇവിടം വരെ 800 എന്ന് തന്നിട്ടുണ്ട്. വേറെ മെഷർമെന്റുകളില്ല. പക്ഷെ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടേണ്ടത് 0 മുതൽ 1 വരെയുള്ളതാണ്. അതെത്രയാണ്? 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് കിട്ടാൻ ഇതിനു മുമ്പ് നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ട്രിഗണോമെട്രിക്കൽ കാൽക്കുലേഷനിലേക്ക് പോവുകയായിരുന്നു, അല്ലേ? ഈ നീളം ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം നമുക്കറിയാം 500. ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളം എത്രയാണ്? അതും നമുക്കറിയാം. എത്രയാണത്? 0 മുതൽ 1 വരെയുള്ള നീളം എത്രയാണ്? ഇത് 400 ആണെന്ന് നമുക്കറിയാം. ഇവിടം മുതൽ ഇവിടം വരെ 800 ആണെന്ന് നമുക്കറിയാം. ഡയമീറ്റർ 800 നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നീളം എത്രയായിരിക്കും? വളരെ ലളിതമായ ചോദ്യമാണ്. എല്ലാം 0 അവസാനിക്കുന്ന റൗണ്ടഡ് ആയത് കാരണം എളുപ്പം പറയാനും പറ്റും. ഇത് 400 ആണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ 800 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ബാക്കി അവശേഷിക്കുന്നത് 400 ആണ്. ആ 400ന്റെ പകുതിയായി 200 ആയിരിക്കും ഇത്, മറ്റൊരു 200 ആയിരിക്കും ഇത്. ഇത് 400 ആണ്. അപ്പോൾ 200ഉം 400ഉം 200ഉം ചേരുമ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള 800 ആയി കിട്ടുന്നു. അപ്പോൾ ഈ ലെങ്ത് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് മെഷർമെന്റ് കൊണ്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള 500 എന്നുള്ള നീളവും ഇവിടം മുതൽ ഇവിടം വരെയുള്ള 200 എന്നുള്ള നീളവും വെച്ചുകൊണ്ട് നമുക്കൊരു ത്രികോണം ഉണ്ടാക്കാമല്ലോ. ആ ത്രികോണത്തിലൂടെ ഇവിടം മുതൽ ഇവിടം വരെ കണ്ടുപിടിക്കാൻ ഏത് ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആദ്യമായി തന്നെ നമുക്ക് ആ ത്രികോണം വരയ്ക്കാം. ഇവിടം മുതൽ ഇവിടം വരെയും ഇവിടം മുതൽ ഇവിടം വരെയും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ത്രികോണം. മുമ്പ് പറഞ്ഞ ത്രികോണം ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നതാണ്. ഇവിടം മുതൽ ഇവിടം വരെ 500 എന്നും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള 200. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അവർക്കും അറിയാം, അല്ലേ? നമ്മൾ ഏത് ഫോർമുലയാണ് ഇതിന് ഉപയോഗിക്കുന്നത്? പല ഫോർമുലകൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതിൽ a² + b² = c² എന്നുള്ള ഫോർമുല ഉപയോഗിക്കുകയാണെങ്കിൽ എളുപ്പം നമുക്ക് ഈ ഹൈപ്പോട്ടിന്യൂസ് കണ്ടെത്താനാവും, അല്ലേ? പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കൊണ്ട് ഞാനത് വിവരിക്കുന്നില്ല. a² + b² = c² എന്നുള്ള ഫോർമുല ഉപയോഗിക്കുമ്പോൾ അതിൽ c കണ്ടെത്താൻ √a² + b², c കണ്ടെത്താൻ വർഗമൂലം a വർഗം + b വർഗത്തിന്റെ വർഗമൂലം എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. 500² + 200² കിട്ടുന്നു. ആ ഉത്തരം എന്താണോ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 538.5 എന്നുള്ളതായിരിക്കും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിൽ എടുക്കാതെ ആരും വർക്ക് ചെയ്യരുത്. ഒരു സിനിമ കാണുന്ന പോലെ എന്റെ ഇത് വീഡിയോ സിനിമയല്ല, ഇത് ക്ലാസ് ആണ്. കണ്ടുകൊണ്ടിരിക്കുന്നതിന് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആവർത്തിക്കുന്നു. ഓക്കെ, നമുക്ക് 500 a² + b² 500² കാൽക്കുലേറ്ററിൽ എടുക്കുക. 500² പ്ലസ് പിന്നെയുള്ളത് 200² ആണ്. 200² എടുത്തു. അതിന്റെ ഉത്തരം എത്രയാണ്? നമുക്ക് ഇത്രയും വലിയൊരു സംഖ്യ കിട്ടി. നമുക്ക് ഈ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് വർഗമൂലമാണ് കിട്ടേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് മെഷർമെന്റ്, അതിന് ആൻസർ = നമുക്ക് കിട്ടുന്ന ഉത്തരം 538.5 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടി.
നമുക്കിപ്പോൾ 538.5 എന്നുള്ള മെഷർമെന്റ് കിട്ടി. ഇതെന്താണിത്? 0-നും 1-നും ഇടയിലുള്ള ട്രൂ ലെങ്ത് ആണ്, സത്യമായ നീളമാണ്. 500-ഉം 200-ഉം ഉപയോഗിച്ചപ്പോൾ 538.5 എന്നുള്ള ട്രൂ ലെങ്ത് കിട്ടി. 0 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത് ആണ് നമുക്ക് കിട്ടിയത്. 0 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത്, സത്യമായ നീളമാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അത് 538.5. അത് നമുക്ക് നേരിട്ട് നമ്മുടെ ജോബിലേക്ക് മാർക്ക് ചെയ്യാം. അത് മാർക്ക് ചെയ്യുന്നത് പോലെ ഞാനിപ്പോൾ ഒരു രീതിയിൽ 538.5 മാർക്ക് ചെയ്തു. 0 മുതൽ 1 വരെ, ഇവിടം മുതൽ ഇവിടം വരെ 538.5 എന്നുള്ള ഒരു ലൈൻ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് 0 മുതൽ 1 വരെ കണ്ടെത്തി. ഇനി നമ്മൾ ഈ മെഷർമെന്റാണ് എടുക്കാൻ പോകുന്നത്. ഇതെത്രയാണെന്നുള്ളത് എടുക്കുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ ഇതുകൂടി മാർക്ക് ചെയ്തിടണം. പണി പകുതി കുറഞ്ഞു കിട്ടും. നമുക്ക് 0 മുതൽ 2 വരെയുള്ള മെഷർമെന്റ് ഞാൻ ചോദിക്കാതെ നിങ്ങൾക്കറിയാം. കാരണം ഇത് 400x400ന്റെ സമചതുരമാണ്. കൃത്യം മധ്യഭാഗം മുതൽ ഇവിടം വരെ എത്രയായിരിക്കും? അപ്പോൾ ഇത് 200 ആയിരിക്കും എന്നറിയാം. അപ്പൊ 0 മുതൽ 2 വരെ 200 എന്നുള്ളത് ഈ ലൈനിന് 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യാം. കാരണം ഈ ഒരു ലൈനും ഈ ഒരു ലൈനും 90 ഡിഗ്രിയിൽ ഉള്ള ലൈനുകളാണ്. ഇതെത്ര ചരിഞ്ഞിരിക്കുന്നുവോ ആ ചരിവിന് 90 ഡിഗ്രിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈനും 90 ഡിഗ്രിയിൽ തന്നെയായിരിക്കും. കാരണം ഇത് നേരെ ഇങ്ങോട്ടുള്ള ലൈനാണ്, ഈ ലൈൻ നേരെ തന്നെയാണ്. നമ്മൾ 90 ഡിഗ്രിയിൽ മാറി നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ 90 ഡിഗ്രിയിൽ ചരിഞ്ഞു നോക്കുമ്പോൾ ഈ ലൈനും നേരെ ഇങ്ങോട്ട് വരുന്ന ലൈനും 90 ഡിഗ്രിയിലായിരിക്കും. അപ്പൊ 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്താൽ മതി. എത്ര? 0 എന്നുള്ള പോയിന്റിൽ നിന്ന് 200 mm ഇടത്തോട്ട് മാർക്ക് ചെയ്യുക, അപ്പോൾ തന്നെ വലത്തോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ 2 ലൈനും കിട്ടി. അപ്പോൾ ഇത് 200 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു, കാരണവും പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്കതറിയാം. അപ്പോൾ നമുക്ക് 0 മുതൽ 1 വരെയാണ് ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് 200 എന്നുള്ള മെഷർമെന്റ് 90 ഡിഗ്രിയിൽ ഇടത്തോട്ട് മാർക്ക് ചെയ്തു, അപ്പോൾ തന്നെ വലത്തോട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അടുത്ത മെഷർമെന്റ് ആയിട്ട് കിട്ടേണ്ടത് ഏതാണ്? നമ്മൾ 2 എന്നുള്ള മെഷർമെന്റ് മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് 2 ഗുണം കിട്ടി. മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ 1 മുതൽ 2 വരെയുള്ള മെഷർമെന്റ് കിട്ടി. പക്ഷെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം നമുക്ക് മറ്റു സ്ഥലം, ഇതിപ്പോ 90 ഡിഗ്രിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയത് കാരണം, യാദൃശ്ചികമായിട്ട് കിട്ടിയത് കാരണം അവിടെ 1 മുതൽ 2 വരെയുള്ള ട്രൂ ലെങ്ത്തിന് പ്രത്യേകിച്ച് മെഷർമെന്റ് എടുക്കേണ്ടി വന്നില്ല. അപ്പൊ അത് മെഷർമെന്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ മെഷർമെന്റ് എത്രയാണോ, അളവ് എത്രയാണോ ആ അളവ് തന്നെയായിരിക്കും 2 മുതൽ 5 വരെ എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇതൊരു വൃത്തത്തിന്റെ കൃത്യം മധ്യഭാഗത്തിലുള്ള സമചതുരമാണ്. ആ സമചതുരത്തിലെ ഈ മൂലയിൽ നിന്ന് ഇതിന് ഏറ്റവും സമീപത്ത് നിൽക്കുന്ന 2 ടാൻജന്റുകളായ വൃത്തത്തിന്റെ കാൽഭാഗത്തിലേക്കുള്ള അളവ് ഈ മൂലയിൽ നിന്ന് തുല്യമായിരിക്കും. ഈ മൂലയിൽ നിന്ന്, അതുകൊണ്ട് ഈ ടാൻജന്റ് പോയിന്റിലേക്കും ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്കുള്ള അളവ് തുല്യമായിരിക്കും. അപ്പോൾ 1 മുതൽ 2 വരെയുടെ അളവ് കൃത്യമായി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ അളവ് കൊണ്ട് 1 മുതൽ 2 എന്നിവരെയുള്ള അളവ് മാത്രമല്ല 2 മുതൽ 5 വരെയുള്ള അളവും കിട്ടിക്കഴിഞ്ഞു. 2 മുതൽ 5 വരെയുള്ള അളവ് തന്നെയാണ് 5 മുതൽ 6 വരെയുടെ അളവ്, അതും കിട്ടിക്കഴിഞ്ഞു. ഈ 5 മുതൽ 6 വരെയുള്ള അളവ് തന്നെയാണ് 6 മുതൽ 9 വരെയുള്ളത്. അപ്പോ 1 മുതൽ 2 വരെയുള്ള മെഷർമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ എതിർഭാഗത്തുള്ളത് കിട്ടി. ആ മെഷർമെന്റ് തന്നെയാണ് ഇവിടം മുതൽ ഇവിടം വരെയുള്ളത്, അപ്പോൾ അതിന്റെയും എതിർഭാഗത്തുള്ളത് കിട്ടി.
ആ മെഷർമെന്റ് തന്നെയാണ് 5 മുതൽ 6 വരെയുള്ളത്. അപ്പോൾ അതിന്റെയും എതിർഭാഗത്തുള്ള 6 മുതൽ 5 വരെയുള്ള മെഷർമെന്റ് കിട്ടി. അത് തന്നെയാണ് 6 മുതൽ 9 വരെ. അപ്പോൾ അതിന്റെയും എതിർഭാഗത്തുള്ള 6 മുതൽ 9 വരെയുള്ളത് കിട്ടി. അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ പണി കഴിഞ്ഞു കിട്ടി. അപ്പോൾ 1 മുതൽ 2 വരെയുള്ള മെഷർമെന്റ് കൂടി നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ഒന്ന് മുതൽ 2 വരെയുള്ള മെഷർമെന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ മെഷർമെന്റ് നമ്മൾ എത്രയാണെന്നാണ് പറഞ്ഞത്? 200 ആണെന്ന് പറഞ്ഞു. ആ 200 നമുക്ക് ഒരു ത്രികോണമായിട്ട് ഇപ്പുറത്ത് എഴുതാം. ആ 200 ഞാനൊരു ത്രികോണമായിട്ട് ഇവിടെ മുതൽ ഇവിടം വരെ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് 538.5 എന്നുള്ളത് കണ്ടുപിടിച്ചു. അത് ട്രൂ ലെങ്ത് എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സത്യമായ നീളമാണ്. 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റ് 538.5 ആണെങ്കിൽ ആ 538.5 തന്നെയായിരിക്കും 0 മുതൽ 1 വരെയുള്ള 538.5 തന്നെയായിരിക്കും ഇവിടെ മുതൽ ഇവിടം വരെയുള്ള മെഷർമെന്റ്. പക്ഷെ അവിടെ നമ്മൾ ഒരു ജോയിന്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടില്ലെന്ന് മാത്രം. ഇവിടെയും നമ്മൾ ജോയിന്റ് കൊടുക്കുന്നില്ല, ഒറ്റ പീസിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ. പക്ഷെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് 9 മുതൽ 10 വരെയുള്ള ഒരു നമ്പർ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 9 തീർച്ചയായിട്ടും വേണം. 10 നമ്പർ കൊടുക്കാനുള്ള കാരണം പകുതി അവസാനിക്കുന്ന സ്ഥലം എന്നുള്ള നിലയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 0 മുതൽ 1 വരെയുള്ള മെഷർമെന്റിന്റെ ട്രൂ ലെങ്ത് ആ ത്രികോണത്തിൽ ചേർക്കാം. 0 മുതൽ 1 വരെയുള്ള നീളം 538.5 എന്നുള്ളതാണെന്ന് ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതും 200 കൂടി ചേർത്ത് ഒരു ത്രികോണം ഉണ്ടാക്കിയതാണ് ഞാൻ ഇപ്പുറത്ത് വരച്ചിരിക്കുന്നത്. 200ഉം 538.5ഉം ചേർന്ന് ഒരു ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണിപ്പോൾ? 2, 0, 1 എന്നിവിടെ എഴുതിയിട്ടുണ്ട്. 2, 0, 1. അപ്പോൾ ഈ ത്രികോണം വെച്ച് നമ്മൾ ഈ അളവ് കിട്ടുമ്പോൾ 1 മുതൽ 2 വരെയുള്ള അളവ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. ഈ 1 മുതൽ 2 വരെയുള്ള അളവ് തന്നെയാണ് 2 മുതൽ 5 വരെ. അത് തന്നെയാണ് ഇവിടെയും ഈ അളവുകൾ തന്നെയാണ് മറുഭാഗത്തും എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് 200 എന്ന് പറഞ്ഞു, ഇത് 538.5 എന്ന് പറയുന്നു. അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫോർമുല a² + b² = c² എന്നുള്ളതാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത്, സിനിമ കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുക്കുക. സി കണ്ടുപിടിക്കാൻ വേണ്ടി √(a² + b²) വർഗമൂലം a² + b². നിങ്ങൾ എഴുതി തന്നെ വരയ്ക്കേണ്ട സ്ഥലത്ത് വരച്ചുകൊണ്ട് തന്നെ ചെയ്യുക, എന്നാൽ മാത്രമേ പഠിക്കുകയുള്ളൂ. എ എന്ന് പറയുന്നത് 200 ആണ്, a² 200² പ്ലസ് ബി എന്ന് പറയുന്നത് 538.5 ആണ്, b² എന്ന് പറയുമ്പോൾ 538.5². അപ്പോൾ സ്ക്വയർ വർഗമെടുത്തതിന് ശേഷം അതിന്റെയും വർഗമെടുത്തതിന് ശേഷം പരസ്പരം കൂട്ടുക. അതിനുശേഷം അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കിട്ടും 574.4. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ നിങ്ങൾ എടുത്തതിന് ശേഷം തുടർന്നുള്ള ഭാഗം കാണുക. അപ്പോൾ 1 മുതൽ 2 വരെയുള്ള ട്രൂ ലെങ്ത് നമുക്കിപ്പോൾ കിട്ടി 574.4. ഇത് ട്രൂ ലെങ്ത്തുകളാണ്. ഇതിനു മുമ്പ് നമുക്ക് കിട്ടിയ ട്രൂ ലെങ്ത് ഏതായിരുന്നു? 0 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത് 538.5 എന്ന് കിട്ടിയിരുന്നു. അതും എല്ലാം ചേർത്ത് ട്രൂ ലെങ്ത്തുകളെല്ലാം ചേർത്ത് ഒരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നു. 0 മുതൽ 1 വരെയുള്ള ട്രൂ ലെങ്ത് സത്യമായ നീളം 538.5 ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ട്രൂ ലെങ്ത് 574.4 എന്നുള്ളതാണ്. അത് 1 മുതൽ 2 വരെയുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പണി വളരെ എളുപ്പമായി.
1 മുതൽ 2 വരെയുള്ള അളവ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു മെഷർമെന്റും കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബെൻഡിങ് ലൈനുകളിലേക്കുള്ള മെഷർമെന്റുകളെല്ലാം ആവും. ഇനി കിട്ടാണത് ഏതാണ്? 2ൽ നിന്ന് 1ലേക്കുള്ള മെഷർമെന്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അതുകൊണ്ട് തന്നെ 2ൽ നിന്നും 5ലേക്കുള്ള മെഷർമെന്റ് കിട്ടിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ സ്ഥലത്തും. ഇനി കിട്ടാണത് 2ൽ നിന്നും 3ലേക്കുള്ള മെഷർമെന്റ് മാത്രമാണ് ബെൻഡിങ് ലൈനായിട്ട്. കാരണം 2ൽ നിന്ന് 3ലേക്ക് മെഷർമെന്റ് എത്ര കിട്ടുമോ അത് തന്നെയായിരിക്കും 2ൽ നിന്ന് 4ലേക്കും. കാരണം വൃത്തത്തിന്റെ കൃത്യം മധ്യഭാഗത്താണ് സമചതുരമാണ്. അപ്പൊ ഈ മൂലയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരം തന്നെയാണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എന്നതുപോലെ എത്ര അകലത്തിൽ മാറിയാണോ 3 അത്ര അകലത്തിൽ മാറിയാണ് 5ൽ നിന്നും ഈ പോയിന്റ് ഈക്വലായിട്ട് നമ്മൾ ഭാഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മുതൽ 3 വരെയുള്ളത് എത്രയാണെന്ന് നോക്കാം. രണ്ട് മുതൽ 3 വരെയുള്ള മെഷർമെന്റ് എത്രയാണെന്ന് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? നോക്കുക, ഇത് പ്ലാനിലുള്ള വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ലെങ്ത് അല്ല. 2 സമചതുരത്തിന്റെ മുകളിലാണ്. 3 എന്ന് പറയുന്നത് മുകളിലല്ല, വൃത്തത്തിന്റെ ഏതാണ്ട് ഈ ഭാഗത്താണ്. 3ൽ നിന്ന് ഒരു ലൈൻ ഡോട്ടഡ് ലൈൻ വരച്ചപ്പോൾ കിട്ടിയ പോയിന്റ് ഇവിടെയാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള ട്രൂ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മുതൽ ഈ 3 വരെയാണ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഹോംവർക്കായി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അടുത്ത എപ്പിസോഡിൽ 2 മുതൽ 3 വരെയുള്ളത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കണം. ആ എപ്പിസോഡിൽ അത് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ.